നീതിമാനായി ജീവിക്കുക എന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. ദൈവവചനം അതിന് വലിയ പ്രസക്തി കൽപ്പിക്കുന്നുണ്ട്. സദൃശ്യവാക്യം 20:9 പരമാർത്ഥതയിൽ നടക്കുന്നവൻ നീതിമാൻ, അവൻ്റെ ശേഷം അവൻ്റെ മക്കളും ഭാഗ്യവാന്മാർ. അതെ, നീതിമാനായി ഒരുവൻ ജീവിക്കുമ്പോൾ, വിശ്വസ്തയോടെ ഒരുവൻ തൻ്റെ ആയുസ് ഓടിത്തീർക്കുമ്പോൾ, തനിക്ക് ശേഷം തൻ്റെ പിൻതലമുറകളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ദൈവിക സമാധാനം അവർക്ക് നിലനിൽക്കും എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. പിന്നെയും 112 സങ്കീർത്തനം അതിൻ്റെ 2 വാക്യം വായിക്കുമ്പോൾ, നീതിമാൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അതെ, നീതിമാന്മാരും നേരുള്ളവരും ഈ തലമുറയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാര്യസാധ്യത്തിനായി ഉപായമന്വേഷിക്കുന്ന അനേകരെ നമുക്ക് ഈ ലോകത്തിൽ കാണുവാൻ കഴിയും. എന്നാൽ ദൈവവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു, വ്യക്തമായി നിർദ്ദേശം തരുന്നു. നീതിമാൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അതെ, നാം നേരുള്ളവരായി ജീവിച്ചാൽ നമ്മളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും. അതെ, ഒറ്റ വാചകത്തിൽ ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു, നമ്മളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ നാം ഒത്തിരി ഓടുകയും അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ഒന്നും വേണ്ട. നാം നേരുള്ളവരും നിഷ്കളങ്കരും വിശ്വസ്തരും നീതിമാന്മാരുമായി ജീവിക്കുവാൻ തയ്യാറെടുത്താൽ മാത്രം മതി നമ്മളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും. 92 സങ്കീർത്തനം അതിൻ്റെ 12 വാക്യം നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും. അതെ, അതിൻ്റെ വളർച്ച ആർക്കും തടഞ്ഞു കളയുവാൻ കഴിയത്തില്ല. ലെബാനോനിലെ ദേവദാരുക്കൾ വളരെ ഉയർന്ന മലയുടെ മുകളിൽ വളരുമ്പോൾ കാറ്റും കോളും പ്രതികൂലങ്ങളും ഒക്കെ അവിടെ ആഞ്ഞടിക്കപ്പെടും. എങ്കിലും അത് തളർന്ന് തരിപ്പണമായി തകർന്നു പോകുന്നില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, പിന്നെയും അത് പുതിയ ഉയരങ്ങൾ താണ്ടി വളർന്നുകൊണ്ടേയിരിക്കും. അതെ, ഒരു നീതിമാൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വളരെയുണ്ട്. ദൈവവചനം ഇങ്ങനെ പറയുന്നു, നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, എന്നാൽ അവയെല്ലാറ്റിൽ നിന്നും ദൈവം അവനെ വിടുവിക്കും. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, നമ്മുടെ ജീവിതത്തിൽ അനേക കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, അനർത്ഥങ്ങളുണ്ട്, വ്യാകുലതകളുണ്ട്. എന്നാൽ ദൈവം അവയിൽ നിന്നെല്ലാം നമ്മെ വിടുവിക്കുവാനിടയായിത്തീരും. അതെ, പിന്നെയും സങ്കീർത്തനം 115:13 ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. അതെ, നീതിമാൻ്റെ അനുഗ്രഹം തനിക്ക് ലഭിക്കുന്നത് മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിങ്കൽ നിന്ന് മാത്രമാണ്. പിന്നെയും പുറപ്പാട് പുസ്തകം 20 അധ്യായം അതിൻ്റെ 6 വാക്യം പഠിക്കുമ്പോൾ, എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കും. അതെ, കൽപ്പനകളെ പ്രമാണിച്ച് വിശ്വസ്തയോടെ സത്യം നിലനിർത്തി തൻ്റെ ദാസന്മാരുടെ മക്കൾ നിർഭയമായി വസിക്കും എന്നുള്ള വചനപ്രകാരം ദൈവസന്നിധിയിൽ ഭക്തിയോടെ ജീവിപ്പാൻ സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.